യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? അപ്പം ഇവിടെ മലയാളം ബൈബിളിൽ ശുക്ര എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയാണ്, ഓ ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ്, ഹൗ ആർട്ട് thou cut down to the ground എന്നാ പറയുന്നത്. വായിച്ചോ. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് വെട്ടേറ്റു, എവിടെ വെട്ട് ഏറ്റു എന്നുള്ളത് വായിച്ചോ. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നല്ലോ നീ എവിടെ പറഞ്ഞു? എന്നല്ലോ നീ എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. ഒരു വ്യക്തിയുടെ ഉയർച്ചയും താഴ്ചയും തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. ജീവന്റെ ഉൽപ്പന്നങ്ങളെല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓൾ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്, ദേ ആർ ഫ്രം ദേർ. സാത്താൻ വെട്ടേറ്റത് വെളിയിലാണ്, സാത്താൻ തള്ളപ്പെട്ടത് വെളിയിലാണ്. പക്ഷെ സാത്താന്റെ വീഴ്ച നടന്നത് ഉള്ളിലാണ്. ഹൃദയത്തിലാണ് അവൻ ചിന്തിച്ചത്, ഹൃദയത്തിലാണ് അവന്റെ ആദ്യത്തെ വീഴ്ച ഉണ്ടായത്. അതുകൊണ്ട് പിശാച് ഏറ്റവും കൂടുതൽ ഒരു ദൈവ പൈതലിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സ്ഥലം മനസ്സാണ്, ഹൃദയമാണ്. അതിനെ എങ്ങനെ മലിനമാക്കാമെന്നാണ് പിശാച് നോക്കുന്നത്. ബിക്കോസ് അവന് നല്ലതുപോലെ അറിയാം, ആ ഭാഗത്തെ മലിനമാക്കിയാൽ, ആ ഭാഗത്തെ മോശമാക്കിയാൽ അത് ജീവിതത്തിൽ സ്വഭാവങ്ങളായി, ദുർസ്വഭാവങ്ങളായി, ദുർചിന്തകളായി, ദുർസ്വഭാവങ്ങളായി പലതുമായിട്ട് അത് വെളിയിൽ വരാനായിട്ട് തുടങ്ങും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പദം ഞാൻ വീണ്ടും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭായോഗത്തിൽ ഞാൻ ഉപയോഗിച്ച പദം അത് ജീവിതത്തിലേക്ക് തിരികെ വരും. ശരീരത്തിലെ ഫുഡ് പോയ്സണിങ് അത് മരപ്പറയിൽ പോകും. പക്ഷേ മനസ്സിന്റെ പോയ്സൺ, മനസ്സിനകത്ത് കയറുന്ന പോയ്സൺ അത് ജീവിതത്തിലേക്ക് തിരികെ വരും. അത് മാനിഫെസ്റ്റ് ആവും. അത് ആദ്യം സ്വഭാവങ്ങളായി മാനിഫെസ്റ്റ് ആവും. ആ സ്വഭാവങ്ങൾ ജീവിതത്തിന്റെ ഫലത്തെ പുറപ്പെടുവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, സോ ലുക്ക് അറ്റ് ഇറ്റ്, ദി വെരി പേഴ്സൺ സൈറ്റൻ, അവന്റെ വീഴ്ച നടന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാം, ഹൃദയത്തിൽ ആണ് പ്രവർത്തിക്കേണ്ടത്, മനസ്സിലാണ്. മലയാളം ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മൈൻഡ്, മനസ്സാണ്. ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ അവയവമല്ല, ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് അല്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ചിന്ത നടക്കുന്ന മണ്ഡലം മനസ്സ്. ആ ഹൃദയത്തിനകത്ത് എപ്പം നെകളം വന്നോ, അവൻ പറഞ്ഞതെല്ലാം ഉള്ളിലാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഉള്ളിലെ ഇന്നർ ഡയലോഗ്, നമ്മുടെ ഉള്ളിലെ സംസാരം, ആ സംസാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആക്ഷൻസിനെ, നമ്മുടെ പ്രവൃത്തികളെ തീരുമാനിക്കുന്നത്. ആ പ്രവൃത്തികൾ നമ്മുടെ ദിനചര്യകളാകും. ആ ദിനചര്യകൾ നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠതയാവും, നമ്മുടെ സ്വഭാവങ്ങളാവും. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ബലം പുറപ്പെടുവിക്കും. ദൈവം നോക്കുന്നത് ഹൃദയത്തിലോട്ട്. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ ബാക്കി ആൾക്കാരുടെ പൊക്കവും ആ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നതും ഒക്കെ നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യൻ വെളിയിലുള്ളത് കാണുന്നു, ഞാൻ ഹൃദയങ്ങളെക്കാം. ബിക്കോസ് ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നോ അത് വെളി വരും. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്റെ ഹൃദയത്തെ. സോ ലെറ്റ്സ് ഗോ ഫ്രം ദേർ. ആൻഡ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ
ഏറ്റവും വലിയ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് സ്നേഹമാണ്. പരിശുദ്ധാത്മാവിന്റെ അതുകൊണ്ടാണ് പറഞ്ഞ 3 ഫേസ് കണക്ഷനാ: സ്നേഹം, സന്തോഷം, സമാധാനം. പരിശുദ്ധാത്മാവിന്റെ ബലം പറയുന്നിടത്ത്, 9 ബലം പറയുന്നിടത്ത് ആദ്യത്തെ 3 ബലം അതാ. ഇത് 3ഉം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ഹൃദയം സുഗന്ധ മണമുള്ളതായിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് തെറ്റായതൊന്നും വരത്തില്ല. ഞാൻ വീണ്ടും പറയാം, ഇത് പറയുമ്പോൾ നമുക്കൊരു ചിന്ത വന്നു, ഒരു ആകുല ചിന്ത വരുന്നു. ആ ആകുല ചിന്ത വരുന്നത് കൊണ്ട് ഞാൻ അതാകത്തില്ല എന്നുള്ള സത്യം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. നിങ്ങൾ 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നോട്ടെന്നേ, അത് വരുന്നോണ്ട് അപ്പൊ ഞാൻ അതാണോ? ഇല്ല, ഞാൻ അതല്ല. അത് വരുന്ന സമയത്ത് എനിക്ക് അവിടെ ദൈവവചനത്തെ പ്രതി അതിന്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ അവിടെ എൻ്റെ വിശ്വാസത്തെ, ഞാൻ എന്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തിൽ ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ വിശ്വാസത്തെ പറയേണ്ടിയ സ്ഥലം എനിക്ക് വരുന്ന ചിന്തകൾക്കെതിരെ. അല്ലാതെ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം പറഞ്ഞതുകൊണ്ടോ അല്ലെ ആരുടെയും മുന്നിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല എൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നത്. ഞാൻ കേൾക്കുന്ന വചനം, എൻ്റെ ഉള്ളിൽ ദൈവം വിതയ്ക്കുന്ന വചനത്തെ ഞാൻ ഉപയോഗിക്കണം. യേശു ഉപയോഗിച്ചു. യേശു ഉപവാസം കഴിഞ്ഞ ഉടനെ പിശാചിന്റെ ആ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് അത് ചിന്തകളിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ഇൻ ദ തോട്ട്സ്. അവിടെ താൻ പറയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലും തന്നെ ജീവിക്കും. അവിടെ വചനം പറയുന്നുണ്ട്, യേശുവിന് വിശക്കുന്ന സമയത്ത്, ആ വികാരമുള്ള സമയത്താണ് ഈ ചിന്ത പിശാച് അകത്തിടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല വികാരങ്ങളും നമുക്കെതിരെയായിരിക്കും. പക്ഷെ ആ വികാരങ്ങളെതിരെ ആണേലും ആ സമയത്ത് പിശാചിടുന്ന ചിന്തകൾക്കെതിരെ ദൈവ വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ അതാണ്, എനിക്ക് അത് മതി, ഞാൻ അതേ എടുക്കത്തുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ പിശാച് നിർവീര്യമാകുക, അവന്റെ പ്രവൃത്തി അവിടെ വർക്കാകത്തില്ല. സോ ഞാൻ പറഞ്ഞു, സ്നേഹം, സന്തോഷം, സമാധാനം. ഞാനപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ സ്നേഹമല്ല. അത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തില് നിങ്ങൾ 4-13 വരെയുള്ള വാക്യങ്ങള് നിങ്ങൾ വായിക്കണം. അത് നമ്മളിപ്പം വായിക്കാൻ പോയാൽ പിന്നെയും സമയമെടുക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതാണ്, ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ തന്നെ സന്തോഷം. എങ്ങനെയുള്ള സന്തോഷം? ഫിലിപ്പിയർ 4:4 പറയുന്ന സന്തോഷം. ഹബക്കൂക്ക് 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യത്തിൽ പറയുന്ന സന്തോഷം. സമാധാനം. എങ്ങനെയുള്ള സമാധാനം? ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല. യോഹന്നാൻ 14:27 യേശു പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നേച്ചു പോവുക, ലോകം തരുന്നത് പോലെയല്ല. എന്നിട്ട് പറഞ്ഞു, ഹൃദയം കലങ്ങാതെ സൂക്ഷിക്കണം. അപ്പം ഹൃദയം ഞാൻ കലങ്ങാതെ സൂക്ഷിക്കേണ്ട ചുമതല എന്റേതാണ്. കലങ്ങാതെ ഞാൻ സൂക്ഷിച്ചാൽ യേശുവിന്റെ സമാധാനം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഉള്ളിലുള്ള സമാധാനം സാഹചര്യത്തിലുള്ള അസമാധാനത്തെ കെടുത്താൻ അത് ശക്തിയുള്ളതാണ്. നോ, ഈ ഭാഗം പറയുമ്പോൾ തലയ്ക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാ തോന്നുന്നത്, ഓ അതൊക്കെ വേണ്ട, നമുക്ക് എങ്ങനെയാലും ഒന്ന് പ്രാർത്ഥിച്ച്, എന്ത് പ്രാർത്ഥിച്ച് എന്തെല്ലാം നടന്നാലും എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തിൽ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വിടുതലുകൾ നിലച്ചു നിൽക്കത്തില്ല. എത്രയോ ദൈവമക്കള് അവര് വിടുതൽ അനുഭവിക്കാത്തത് കൊണ്ടല്ല, അവർ എത്രയോ പ്രാവശ്യം വിടുവിക്കപ്പെട്ടതാ. പക്ഷെ വിടുവിക്കപ്പെട്ടിട്ടും അവരുടെ വിടുതൽ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് അവരുടെ ഹൃദയത്തെ അവർ പിന്നെയും കാക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല. നമുക്കൊരു ഭാഗത്തേക്ക് പോകാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 43 തൊട്ട് 45 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ വരം പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ വിടുതൽ ഉണ്ടാകും. അതൊരു പക്ഷെ ഒരു രോഗമായിരിക്കും, ശാപമായിരിക്കും, ഒരു
ഒരു ഒരു ഒരു വയ്യായികയായിരിക്കും, അല്ലെങ്കിൽ ഒരു 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 ക്യാപ്റ്റിവിറ്റി, ഒരു ചങ്ങലയിൽ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ നടക്കുന്നതാ. എങ്കിലും ആ പ്രവർത്തിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ പിന്നെയും ആ മനസ്സിനെ കാക്കാനായിട്ട് അവര് നോക്കിയില്ലെങ്കിൽ അത് പിന്നെയും അധപ്പതനത്തിലേക്ക് പോകും. അതാണ് യേശു പറഞ്ഞത്. ഇത് സാക്ഷാൽ യേശു വാമൊഴിയാൽ പറഞ്ഞത്. നമ്മൾ ഇതിന്റെ കൂടെ ഒരു വ്യക്തിയുടെ ജീവിതവും ഒന്ന് നോക്കി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം, അതിന്റെ 43, 44, 45 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പൊ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം അത് പിന്നെയും ഒരു തണുപ്പുള്ള സ്ഥലം, പാർക്കാൻ ഒരു സ്ഥലം, അത് അന്വേഷിക്കുക. വായിച്ചു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. അപ്പൊ അവിടെ പിശാച് പറയാണ്, ഞാൻ പുറപ്പെട്ടു വന്ന എന്റെ വീട്ടിലേക്ക്. അപ്പൊ ഓർത്തോണം, പിശാച് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാ കുടിയിരിക്കുന്നത്, ഹൃദയത്തിൽ എങ്ങനെയാ കുടികൊള്ളുന്നതെന്ന് ചോദിച്ചാൽ, ദുർസ്വഭാവങ്ങളുടെ എല്ലാം പുറകിൽ ഒരു പിശാചുണ്ട്. എല്ലാ ദുർസ്വഭാവങ്ങളുടെ പുറകിലും there is a demon. ആ ഡീമൻ അകത്ത് വസിക്കുന്നതാണ്. ആ ഡീമൺ അകത്ത് വസിക്കുമ്പോൾ ആ സ്വഭാവം ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. മദ്യപാനത്തിന്റെ പുറകിൽ ഒരു ഭൂതമുണ്ട്. ആ മദ്യപാനത്തിന്റെ ഭൂതം ഒരാളെ വിട്ട് മാറുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. പക്ഷെ തന്റെ ഹൃദയത്തെ കാത്തില്ലല്ലോ, തിരിച്ച് മദ്യപാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മദ്യപാനം എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അസൂയ എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളിൽ മദ്യപാനത്തിന്റെ കൂടെ, അഥവാ മദ്യപാനത്തിന് മുന്നേ എഴുതിയിരിക്കുന്നതാണ് വചനത്തിൽ. അത് ഉണ്ടാകുന്നുണ്ടോ? അതിന്റെ പുറകിൽ ഒരു ഭൂതമുണ്ട്. എല്ലാ ജഡത്തിന്റെ പ്രവൃത്തിയുടെ പുറകിലും there is a demon. ആ ഡീമൺ, ആ ക്യാരക്ടർ എന്നിൽ വസിക്കണമെങ്കിൽ അത് എന്റെ ഉള്ളിലാ വസിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചോണം. എക്സസീവായിട്ട് ദേഷ്യം വരുന്നു, എക്സസീവായിട്ട് ദേഷ്യം വന്ന് അലറുന്നു, കാറുന്നു. there is a demon inside. Without a demon, that character will not manifest in your life. അപ്പം ആ അപ്പം ഒരു രോഗമുണ്ട്, അതിന്റെ പുറകിൽ ഒരു ഭൂതമുണ്ട്. അത് വിട്ടുപോകുമ്പോൾ ആ രോഗ സൗഖ്യമാകുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പം അത് ഭൂതങ്ങളെ പുറത്താക്കുക. അപ്പൊ ആ ഭൂതം വെളിപ്പോയി. പക്ഷെ ഭൂതം വെളിപ്പോയതിനു ശേഷം ആ ഭൂതം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന് മലയാളം ബൈബിളിൽ തണുപ്പെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ബൈബിൾ അത് റെസ്റ്റ് അന്വേഷിക്കുക, സ്വസ്ഥത അന്വേഷിക്കുക. അപ്പൊ നോക്കിക്കേ, ഒരു ഭൂതത്തിന്, ഒരു ഡീമണ് സ്വസ്ഥത എവിടെയാ ലഭിക്കുന്നതെന്നറിയാവോ? ഒരാളുടെ ഉള്ളിൽ സ്വഭാവമായിട്ട് കുടികൊള്ളുമ്പോൾ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഓരോ സ്വഭാവത്തിന്റെ പുറകിലും ഒരു ഡീമൺ ഉണ്ട്. There is a devil behind every bad habit and every bad character. It is caused by a demon. അപ്പം പ്രാർത്ഥിച്ചാൽ അത് വിടുതലാവും. പ്രാർത്ഥിച്ചാൽ ഭൂതം വിട്ടുമാറുവോ? മാറും. പക്ഷെ ഇവിടെ യേശു പറയാ, അങ്ങനെ അത് മാറിയതിന് ശേഷം ഈ ഭൂതം എന്നാ ചെയ്യും? ഇത് അന്വേഷിക്കും. എന്നിട്ട് അത് പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകും. അപ്പം ഈ ഭൂതം അകത്ത് കുടിയിരിക്കുന്നത് അത് വീടായിട്ടാ അതിനെ കാണുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ചിലര് ചിന്തിക്കുന്നത് ഈ ഭൂതം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ കുറെ ഒരു മീറ്റിങ്ങിനകത്ത് വരുമ്പോ ഇങ്ങനെ തലയൊക്കെ ഇട്ട് ആട്ടി, അല്ലെ ഡാൻസ് ഒക്കെ ഇത് ചെയ്ത്, അല്ലെ തലയും കുത്തി നിന്ന്, അല്ലെ കാറി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഭൂതം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ. There are many demons. They don't manifest straight away. They manifest in character. പല ഭൂതങ്ങളും പല ഡീമൺസും
അവര് അകത്ത് ഇരുന്നോണ്ട് അവര് സ്വഭാവങ്ങളായിട്ട് ജീവിതത്തിൽ വെളിപ്പെടും. അപ്പൊ ചിലപ്പം ഈ വ്യക്തി പറയുന്ന ഒരു വാക്കുണ്ട്, ഓ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അത് പറയിപ്പിക്കുന്നത് ഒരു ഭൂത, അത് പറയിപ്പിക്കുന്നത് ഒരു ഡീമൺ. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, പിശാചിന് വീഴ്ച വന്നത് അകത്ത് നെകളം കയറിയപ്പോൾ മനസ്സിൽ പറഞ്ഞു. അപ്പൊ എപ്പോഴും പിശാച് നോക്കുന്നത് മനസ്സിനെ പിടിക്കാനായിട്ടാണ്. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും മനസ്സിനെ പിടിക്കാനായിട്ട്, മനസ്സിനകത്ത് വസിക്കാനായിട്ടാ, മനസ്സിനെ നിറയ്ക്കാനായിട്ടാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അവിടെ നിറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിറയും. അവിടെ നിറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവിടെ നിറയാതെ ജീവിതം നിറയത്തില്ല. അവിടെ ഉയരാതെ ജീവിതം ഉയരത്തില്ല. അവിടെ അനുഗ്രഹിക്കപ്പെടാതെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഔട്ട്സൈഡ് ഇൻ, ഇറ്റ് ഈസ് ഇൻസൈഡ് ഔട്ട്. വെളിയിൽ നിന്നല്ല അകത്തോട്ട്, അകത്തിന്നാ വെളിയിലോട്ട്. നോ, അവിടെ പറയാ അത് വീട് അന്വേഷിച്ചു വരും. എന്നിട്ട് വായിച്ച് ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഒഴിഞ്ഞതും. അപ്പോ പകയാണെന്നിരിക്കട്ടെ, പക എന്ന ഒരു പിശാച് നമ്മളിൽ നിന്ന് മാറിപ്പോയി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകും അത് നമ്മളിൽ നിന്ന് അഭിഷേകം മാറ്റിക്കളഞ്ഞു. പക്ഷേ ആ പക മാറിയ സ്ഥലത്ത് സ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കണം. വേറെ ദൈവം നിറയ്ക്കത്തില്ല, ഞാനാ നിറയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് ബൈബിൾ പറയുന്നത്. അത് തന്നെ വന്ന് നിറയത്തില്ല, ഞാൻ വേണം സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട്. അപ്പൊ പകയുടെ ആത്മാവ് പോയി വെളിയിൽ. പകയുടെ ആത്മാവ് വെളിയിൽ പോയെങ്കിൽ ആ ഒഴിഞ്ഞ സ്ഥലത്തെ ഞാൻ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഡിപ്രഷൻ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റി. പക്ഷെ ആ ഡിപ്രഷൻ പോയ സ്ഥലത്ത് സന്തോഷം കൊണ്ട് ഞാൻ അതിനെ നിറയ്ക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സന്തോഷിപ്പീൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാം, ഈ ഒന്നുമില്ലെങ്കിലും ഉള്ള സന്തോഷം. ഒന്നുമില്ലെങ്കിലും, ഈവൻ ഇഫ് നത്തിങ് ഇസ് ദർ, അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു സന്തോഷം, സമാധാനം. അപ്പം നമ്മുടെ ഉള്ളിലെ അസമാധാനത്തെ പരിശുദ്ധാത്മാവ് മാറ്റി. പക്ഷെ അവിടത്തെ എനിക്ക് തന്ന സമാധാനത്തെ ഞാൻ അവിടെ കാക്കണം. അപ്പൊ ഇവിടെ പറയാം ഒഴിഞ്ഞതെന്ന് പറയുമ്പം അപ്പൊ എന്താണോ ഉണ്ടായിരുന്നത് അത് മാറി. പക്ഷെ ഞാൻ ഇപ്പൊ അവിടെ വേറെ ഒന്നിനെയും വെച്ചില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ ഒരു ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ടേബിൾ. ആ ടേബിൾ നിങ്ങൾ ഭംഗിക്ക് അതിന്റെ മേളിൽ ഒന്നും വെക്കാത്ത ഒരു ടേബിൾ ആയിരിക്കട്ടെ. നിങ്ങളുടെ വർക്ക് റൂമിലോ ബെഡ്റൂമിലോ എവിടെയെങ്കിലും ഇരിക്കട്ടെ. അതിന്റെ ഒരു സൈഡിൽ ഒരു ഇച്ചിരി സാധനം വെച്ചു, പക്ഷെ നടുക്കെല്ലാം നിങ്ങൾ ഫ്രീ ആക്കി വെച്ചിരിക്കുക. ഇൻവേരിയബിളി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ പോകുമ്പോൾ ഒക്കെ ഏതേലും സാധനം കൈ കിട്ടുന്നത് നമ്മൾ ആ ടേബിളിന്റെ മേളിൽ. ടിവിയുടെ ടോപ്പ് എടുത്തോ, അവിടെ ഒരു സാധനം വരും. ഫ്രിഡ്ജിന്റെ ടോപ്പ് എടുത്തോ, അവിടെ ഒരു സാധനം വരും. എവിടെയെല്ലാം ഫ്രീ ആയിട്ട് സ്ഥലം കിടക്കുന്നോ അറിയാതെ വേറെ എന്തെങ്കിലും സാധനം നമ്മൾ തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അതൊരു നിയമമാണ്. നമ്മുടെ വീട്ടിൽ നോക്കിയാൽ നമുക്കതറിയാം. അതുപോലെ തന്നെ ഹൃദയം എംപ്റ്റി ആയിട്ടിരുന്നാൽ അതിനെ പിശാച് നിറയ്ക്കും. അത് ഒഴിഞ്ഞതും അടിച്ചു വാരിയതും വൃത്തിയാക്കിയതും. അടിച്ചു വാരി വൃത്തിയാക്കിയത് ആർക്കാന്നറിയാവോ? പിശാചിന്. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പന്നിക്ക് കിടക്കാനായിട്ട് ഇഷ്ടമുള്ള സ്ഥലം കാർപ്പറ്റ് അല്ല. പന്നിക്ക് കിടക്കാൻ ഇഷ്ടമുള്ള സ്ഥലം മാളികമുറിയല്ല. പന്നിക്ക് കിടക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഗാർബേജ്, ചീത്ത വെള്ളത്തിനകത്ത് കിടക്കാനായിട്ടാണ് പന്നിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പിശാച് അവന്റെ ദുർസ്വഭാവങ്ങളുമായി വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും അതുപോലെ വൃത്തികെട്ടതായിരിക്കണം. അപ്പൊ വൃത്തികെട്ട സ്ഥലത്തെയാണ് അവിടെ ബൈബിൾ പറയുന്ന അവൻ അടിച്ചു വാരിയതും
ശുദ്ധിയാക്കിയതുമായ സ്ഥലമായിട്ട് അവൻ കാണുമ്പോൾ, ഇവിടെ വചനം പറയാ, അവൻ തന്നെ വന്നല്ല വസിക്കുന്നേ, അവൻ പോയി 7 പേരെയും കൂടെ കൊണ്ടുവന്ന് അവൻ അതിനകത്ത് വസിക്കും. തോസുട്ടി ബ്രദർ പറയുന്ന പോലെ ഹൃദയത്തെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും, സ്നേഹം കൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയട്ടെ, ദൈവിക സ്നേഹം കൊണ്ടും ദൈവിക സന്തോഷം കൊണ്ടും ദൈവിക സമാധാനം കൊണ്ടും ഞാൻ കാത്തില്ലെങ്കിൽ എന്നാ കുഴപ്പം? ഇതാണ് കുഴപ്പം. ഒരെണ്ണം വിടുതലായാൽ 7 എണ്ണം തിരികെ കയറും. അതിനെ നിറയ്ക്കേണ്ട ചുമതല എന്റേതാണ്. അപ്പൊ അവിടെ വചനം പറയാണ്, ആ ഭാഗം ബാക്കിയും കൂടെ ഒന്ന് വായിക്കാവോ? ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. തന്നിലും ദുഷ്ടതയേറിയ 7 പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ആ മനുഷ്യന്റെ പിൻപിലെ സ്ഥിതി മുന്നത്തെക്കാളും വല്ലാതെ ആകും. പല ദൈവമക്കളുടെയും ജീവിതം മുന്നത്തേക്കാൾ വഷളാകുകയാണല്ലോ, മുന്നത്തേക്കാൾ മോശമാകുകയാണല്ലോ, മുന്നത്തേക്കാൾ പ്രയാസമാകുകയാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായത്. എന്റെ ഹൃദയത്തെ ഞാൻ കാത്തില്ലെങ്കിൽ, ദൈവിക സ്നേഹം കൊണ്ട് ഞാൻ നിറച്ചില്ലെങ്കിൽ, ഞാനതാ പറഞ്ഞേ, നിങ്ങളൊരു ടേബിൾ ചുമ്മാ വെച്ച് നോക്കിയ വീട്ടില് എന്തെങ്കിലും ഒക്കെ സാധനം അതിന്റെ മേളിൽ വന്നു വരും. പയ്യെ 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 അത് ഫില്ലാവും. ഒരു സ്ഥലം എം ടി ആയിട്ട് ഇരിക്കുക, അവിടെ വരും ഒരു സ്ഥലം. നമ്മളിപ്പം എന്നും ഇപ്പൊ ഇരിക്കുന്ന സോഫയെ ചിലപ്പോൾ നമ്മൾ വെക്കത്തില്ല, ബിക്കോസ് അവിടെ നമ്മൾ എന്നും പോയി ഇരിക്കുന്ന സ്ഥലം. ഡൈനിങ് ടേബിളെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഈ കഴിക്കുന്ന സ്ഥലത്ത് മേ ബി റെഗുലർ ഒരു സാധനം വരത്തില്ല, പക്ഷെ ഡൈനിങ് ടേബിളിന്റെ സൈഡിലും ഈ അറ്റത്തും ഒക്കെ ആയിട്ട് എന്നേലും ഒക്കെ സാധനങ്ങൾ കയറി വരും. ഉപയോഗിക്കാത്ത ഒരു സ്ഥലം ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു കൂട വരും, അവിടെ ഒരു കൊട്ട വരും, അവിടെ ഒരു ബോട്ടിൽ വരും, അവിടെ ഒരു ചോക്ലേറ്റിന്റെ ബോട്ടിൽ വരും, ഇത് വരും, അത് വരും. നമ്മുടെ സൗകര്യത്തിനെല്ലാം എടുക്കാവുന്ന രീതിയിൽ ഈ സാധനങ്ങളെല്ലാം ടേബിളിന്റെ മേളിൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയത്തെ ഞാൻ വെറുതെ വെച്ചാൽ അതുപോലെ പിശാച് കൊണ്ടുവന്ന് നിറയ്ക്കും. എന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണം ബ്രദറെ? എന്റെ ഹൃദയത്തെ ദൈവിക സ്നേഹം കൊണ്ട്, ദൈവിക സന്തോഷം കൊണ്ട്, ദൈവിക സമാധാനം കൊണ്ട് ഞാൻ നിറയ്ക്കും. അതാണ് ഹൃദയത്തെ കാക്കുക എന്ന് പറയുന്നത്. അപ്പം വചനം കേട്ടിട്ട് അതിന്റെ പേരിൽ പ്രവർത്തിക്കാത്തവരെ യേശു വിളിക്കുന്ന ഒരു പേരാണ് ഈ വിക്കഡ് ജനറേഷൻ. അങ്ങനെ സംഭവിക്കും. അപ്പൊ ഈ വചനം എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് എന്തോ എവിടെയോ പ്രാർത്ഥിച്ച് എന്നേലും ഒക്കെ എന്തേലും ഒക്കെ ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടാൽ ഇത് തന്നെ ആയിരിക്കും ഇതിന്റെ സത്യം. ബിക്കോസ് യേശുവിന്റെ വാക്കിന് ഒരു മാറ്റവും ഇല്ല. സൃഷ്ടിച്ചവനാ പറയുന്നത്, മാനുഫാക്ചററാ പറയുന്നത്. നോ, സാത്താൻ എന്തുകൊണ്ടാണ് അത് അത്ര ഇതായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? അവൻ അറിയാം അവന്റെ ഹൃദയത്തിലാണ് വീഴ്ചയുണ്ടായത്. ഹൃദയത്തിൽ വീഴ്ച കൊണ്ടുവന്നാൽ ജീവിതത്തിന്റെ വീഴ്ചയെ ഉറപ്പുവരുത്താം. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, ഹൃദയത്തിൽ ഉയർച്ച വന്നാൽ ജീവിതത്തിന്റെ ഉയർച്ചയെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റും. വെളിയിലല്ല തപ്പണ്ടേ, ഉള്ളിലാ തപ്പണ്ടേ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരാളുടെ കാര്യവും കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനായിരുന്നു യൂദാസ് ഇസ്കറിയോത്ത്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് ബൈബിൾ പറയാം. അപ്പം ഇത് യേശുവിനാൽ വിളിക്കപ്പെട്ട ആളാണ്, യേശു അഭിഷേകിച്ച ആളാണ്, യേശുവിന്റെ അഭിഷേകം കിട്ടിയ ആളാണ്. എന്നിട്ട് പോലും തെരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ട്, അഭിഷേകം കിട്ടിയ ആളായിട്ട്, ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് നോക്കിയേ. ഇവിടെ എങ്ങനെയാണ് യൂദാസ്, നമ്മൾ ചിലപ്പം ചിന്തിക്കുന്ന യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുത്തു, ഒറ്റ രാത്രി കൊണ്ട് നടന്നതല്ല പ്രിയപ്പെട്ടവരെ. ദിസ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ വൺ ഫൈൻ ഡേ. ഇതൊരു പ്രോസസ്സാണ്. ഇതിന്റെ തുടക്കം ഹൃദയമാ. യൂദാസിന്റെ വീഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ യൂദാസിന്റെ വീഴ്ച തുടങ്ങിയത് ഹൃദയത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിശാച് കൊണ്ടുപോയതാണ്. ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം,
നിങ്ങളെ അപ്പൻ വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് അപ്പൻ ഒരു പദ്ധതി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹി വിൽ ടാർഗറ്റ് യു. അവൻ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? ആ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കരുത്. ആ നടക്കാതെ ഇരിക്കാൻ അവൻ ഉപയോഗിക്കുന്ന റൂട്ട് എന്താണെന്നറിയാവോ? ഹൃദയം. ഹൃദയത്തെയാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്, മനസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിനകത്ത് വിതച്ചാൽ അത് വെളിയിൽ വരും. അവൻ വേറെ എവിടെയല്ല ഫോക്കസ് ചെയ്യുന്നത്. നോ, നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കര്യോത്താവ്. ശ്രദ്ധിച്ചോണേ, അവിടെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നോക്കിക്കോണേ. അവിടെ ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെ വചനം പറയാ അവനെ കാണിച്ചു കൊടുക്കേണ്ടിയവനായ യൂദാസ് ഇസ്കറിയോത്ത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പ്രവചനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിനകത്ത് നോക്കിയിട്ട് പറയാം ഭാവി എന്നാണ്. അപ്പോൾ തന്നെ പിശാചിനും അറിയാം, അകം നോക്കിയിട്ട് പറയാം. അത് ദൈവത്തിനും കാണും, പിശാചിനും കാണും ഭാവി എന്നാവുന്നത്. ഇതിന്റെ അകത്തുള്ളതേ വെളി വരത്തുള്ളൂ. ഇവിടെ നമ്മൾ കാത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആർക്കും കാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഇന്ന് ജീവിതത്തിന്റെ വെളിയിൽ നടക്കുന്നതിനെ പോയി ഫൈറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞായിരുന്നു, അകത്തുള്ള സാധനങ്ങൾ ഒരു പ്രോഗ്രാം പോലെ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുക. നിങ്ങൾ ആരുടെ കൂടെ അട്രാക്റ്റ് ആകുന്നോ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിത്രത്തിന്റെ റിഫ്ലക്ഷൻ. നിങ്ങൾ ആരോട് കൂടുതൽ അറ്റാച്ച് ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആര് നിങ്ങളോട് കൂടുതൽ അറ്റാച്ച് ആകുന്നു, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കമ്പാനിയൻ, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും ബെസ്റ്റ് അസോസിയേഷൻ ഈസ് എ കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ഓഫ് ഹൂ യു ആർ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവരിൽ കുറവുണ്ടെന്ന് തോന്നുമ്പോൾ ഓർത്തോണം, അതേ കുറവ് നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ ചേരുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. അപ്പൊ എനിക്ക് ഉയർച്ചയുടെ കാര്യങ്ങൾ വെളിയിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ അസോസിയേഷനിൽ നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതം, അത് നിങ്ങൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം ഏകദേശം നിങ്ങളെ പോലെ തന്നെ. ഇറ്റ് വിൽ നോട്ട് ബി ഡിഫറെന്റ്. പക്ഷെ ഉള്ളിൽ നമ്മൾ വളരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഉള്ളിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്സിന് മാറ്റം വരും. ഈ കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് അതേ ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങൾക്ക്. അതിന്റെ അർത്ഥം ഒന്നും അവരും വളരുന്നില്ല, നിങ്ങളും വളരുന്നില്ല, രണ്ടുപേരും വളരുന്നു. വളർച്ച വരുമ്പം ഓട്ടോമാറ്റിക്കലി യുവർ സർക്കിൾ വിൽ ചേഞ്ച്, ഓട്ടോമാറ്റിക്കലി യുവർ അസോസിയേഷൻസ് വിൽ ചേഞ്ച്, ഓട്ടോമാറ്റിക്കലി യുവർ അട്രാക്ഷൻസ് വിൽ ചേഞ്ച്. അത് നടക്കും. അതാണ് അതിന്റെ നിയമം. ഞാൻ ഇന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ പയ്യെ കോൺസുട്ടി ബ്രദർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യു വിൽ അണ്ടർസ്റ്റാൻഡ്. നോ, അദ്ദേഹത്തിന്റെ അപ്പൊ അവിടെ നമ്മൾ വായിക്കുകയാണ്, ഇദ്ദേഹം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവനും വീഴ്ച സംഭവിക്കാം. പക്ഷെ വീഴ്ച എവിടുന്നാ തുടങ്ങുന്നതെന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. വീഴ്ച വെളിയിലല്ല തുടങ്ങുന്നേ, വീഴ്ച ഉള്ളിലാ തുടങ്ങുന്നേ. അപ്പോൾ തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുക. ദാവീദിന്റെ കാര്യത്തിൽ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യണ്ടേ, ഇവനാ രാജാവ്. വെളിയിലൊന്നും കാണാനില്ല, പക്ഷെ ഉള്ള ദൈവം കണ്ടത്. 10 വർഷം കഴിഞ്ഞാണ് ദാവീദ് രാജാവാകുന്നത്. പക്ഷെ ആ 10 വർഷം അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യായിരുന്നു. പക്ഷെ ട്രെയിനിങ് വെളിയിലാണ് നടന്നത്. പക്ഷെ തന്റെ സിംഹാസനം ഓൾറെഡി അകത്ത് ദൈവം കണ്ട് തീരുമാനിച്ചു, ഇവനാ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. യോസെഫിന്റെ സിംഹാസനത്തെ ദൈവം മുന്നമേ കണ്ടു, ഹൃദയം. പക്ഷെ യോസെഫിനെ ട്രെയിൻ ചെയ്തു 13 വർഷം പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ്. അപ്പം ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോഴും തീരുമാനിക്കുമ്പോഴും ഹൃദയം കണ്ടാണ് നോക്കി തെരഞ്ഞെടുത്ത് അവനെ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത്.
അതുപോലെ തന്നെ പിശാചും നല്ലതുപോലെ അറിയാം ഹൃദയത്തെ കറപ്റ്റ്. അപ്പൊ നിങ്ങൾക്കറിയാം, സോഫ്റ്റ്വെയറിലുള്ളവർക്കറിയാം, ഒരു പ്രോഗ്രാം കറപ്റ്റ് ആയി കഴിഞ്ഞാൽ അത് വെളിയിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുത്തോണ്ടേയിരിക്കും. അത് വൈറസ് ത്രോ ചെയ്തോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഭാഗം കറപ്റ്റഡ് ആകാതെ നമ്മൾ സൂക്ഷിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം. സോ നമുക്ക് വായിക്കാം. അവിടെ വചനം പറയാണ്, യൂദാസ് ഇസ്കരിയോത്താവ്, വായിച്ചേ. യൂദാസ് ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഈ തൈലം, അപ്പം അവിടെ മറിയ വിലപ്പെട്ട തൈലം യേശുവിന്റെ കാൽപാദത്തിൽ ഒഴിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഈ വിലപ്പെട്ട തൈലം. അപ്പൊ ഓർത്തോണേ, മറിയക്ക് അത് ചെയ്യാൻ സാധിച്ചത് മറിയയുടെ അകത്തുള്ള സുഗന്ധമാണ് തന്റെ ജീവിതത്തിൽ വെളിയിൽ യേശുവിന്റെ കാലിൽ സുഗന്ധമായിട്ട് വന്നത്. പക്ഷെ ഈ പുള്ളി ഇത് പറയാനുള്ള കാരണം പാവങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. അവിടെ അടുത്ത വാക്യം വായിച്ചു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കള്ളൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. കള്ളത്തരം എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. അത് കൂടിയിരിക്കുന്നത് ഹൃദയത്തിൽ. അവന്റെ ഉള്ളിൽ ഒരു കാര്യം അവൻ ചിന്തിക്കുക, പക്ഷെ അവൻ സംസാരിക്കുന്നത് വേറെയാണ്. ഉള്ളിൽ ഒരു ചിന്താഗതിയും വെളിയിൽ ഒരു പ്രകടനവും ചെയ്യുന്നത് കള്ളത്തരം. അപ്പം യൂദാസിന്റെ ഹൃദയം എങ്ങനെ ഇരുന്നു എന്നുള്ള പിക്ചർ നമുക്ക് അവിടെ കാണാം. നമ്മളുടെ ഹൃദയത്തിൽ എപ്പോൾ നമ്മൾ സിൻസിയർ അല്ലയോ, നമ്മൾ ആൾക്കാരെ കളിപ്പിക്കാനാ നോക്കുന്നത്. ആ പുള്ളി ചിന്തിച്ച് യേശുവിനെ കളിപ്പിക്കുക, ആൾക്കാരുടെ മുന്നിൽ ഷൈൻ ചെയ്യുക. ഞാനൊരു കാര്യം പറയാം, ശുശ്രൂഷകരോട് കാര്യം പറയാം. നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ പ്രീതി തേടാൻ നിങ്ങൾക്ക് കൂടുതൽ ഇംപ്രസ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ മറക്കരുത്, ദൈവം ഹൃദയത്തെയാ കാണുന്നത്. ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾ വെളിയിൽ നിങ്ങൾക്ക് കാണിച്ച നിങ്ങളെ എല്ലാവരും വിശ്വസിക്കുമെന്ന് ചിന്തിക്കാം. പക്ഷേ അത് കാണുന്ന ദൈവമുണ്ട്, ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്. അപ്പോൾ തന്നെ മറക്കരുത്, ആ ഹൃദയത്തെ കാണുന്ന പിശാചുമുണ്ട്. പിശാചിന് ഹൃദയം കാണാം, ഉള്ളിൽ എന്നാ ഇരിക്കുന്നതെന്ന് കാണാം. നോക്കിക്കേ, ആ ഹൃദയത്തിനകത്ത് അവന്റെ ഉള്ളിൽ കള്ളത്തരം കുടികൊണ്ടിരിക്കുക. ഈ കള്ളത്തരം കുടികൊണ്ടിരിക്കുന്ന ആളുടെ ജീവിതത്തിൽ നോക്കിയേ, മുന്നോട്ട് വരുമ്പം യോഹന്നാൻ 13:2 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 13:2 ഇങ്ങനെയാ പറയുന്നത്. വായിച്ചേ, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഒറ്റ ദിവസം കൊണ്ടല്ല യൂദാസിന്റെ വീഴ്ച വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒറ്റ ദിവസം കൊണ്ട് വീഴ്ച വരത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് ഉയർച്ച വരത്തില്ല. പക്ഷെ ഈ ഫോർമുലയ്ക്കകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഉള്ളിൽ ഉയർച്ച ഉള്ളവന്റെ ജീവിതത്തിൽ വെളിയിൽ ഉയർച്ച വരും. ഉള്ളിൽ വീഴ്ചയുള്ളവന്റെ ജീവിതത്തിൽ വെളിയിൽ വീഴ്ച വരും. ആർക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. വായിച്ചേ 13:2. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. ആര് തോന്നിച്ചു? പിശാച് തോന്നിച്ചു. ആർക്ക് തോന്നിച്ചു കൊടുത്തു? യൂദാസ് ഇസ്കരിയോത്തായന് തോന്നിച്ചു കൊടുത്തു. എവിടെ തോന്നിച്ചു കൊടുത്തു? നിങ്ങളുടെ ബൈബിൾ വായന. എവിടെ തോന്നിച്ചു കൊടുത്തു? ഹൃദയത്തിൽ. That is his place of attack. That is his place of attack. അപ്പം യൂദാസ് തനിക്ക് ഇത്രയും വലിയ വിളി ലഭിച്ചു, ഇത്രയും വലിയ ദൈവത്തിന്റെ നേരിട്ടുള്ള ശിഷ്യനായിട്ടുള്ള വിളി ലഭിച്ച ഒരാള് തന്റെ ഹൃദയത്തെ സൂക്ഷിക്കാൻ താൻ തയ്യാറായില്ല. തന്നെ മിനിസ്ട്രിയിൽ എടുത്ത് ഉപയോഗിച്ചതാ. ശിഷ്യന്മാരെ അയച്ചപ്പം തന്നെ അയച്ചു കാണും. പ്രത്യേകിച്ച് അവിടെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. 70 പേരെ അയച്ചതിന്റെ കൂട്ടത്തിൽ ഇങ്ങേരും കാണുമായിരിക്കും. ഇങ്ങേരെ അയച്ചിട്ടുണ്ട്. 12 പേര് 70 പേരെ അയച്ചപ്പോ 12 പേരിലുള്ള ആള് പോവാതിരിക്കും, ഉറപ്പായിട്ടും പോയി കാണും. അവിടെ ഭൂതങ്ങൾ പോകുന്ന ഇദ്ദേഹം കണ്ടു കാണും. ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലും പല അത്ഭുതങ്ങൾ നടന്നു കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൃദയത്തെ അദ്ദേഹം സൂക്ഷിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കള്ളത്തരത്തെ അദ്ദേഹം പൊതിഞ്ഞു വെക്കുകയായിരുന്നു.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങൾ ചിന്തിക്കുക എല്ലാരെയും വഞ്ചിക്കാവുന്ന, ആരെയും വഞ്ചിക്കാൻ പറ്റത്തില്ല. യു ആർ ഫൂളിങ് യുവർ സെൽഫ് ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ്. നോ, ഹൃദയത്തെ പുള്ളി സൂക്ഷിച്ചില്ല. 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ 2-ാം വാക്യത്തിൽ പറയാ, പിശാച് അവന്റെ ഹൃദയത്തോട് സംസാരിച്ചു. അപ്പൊ ഹൃദയത്തോട് സംസാരിക്കുമ്പം ഈ ദൈവമക്കൾക്കുള്ള ഒരു പരിപാടിയുണ്ട്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അങ്ങ് എടുത്തിട്ട് പിന്നെ അതിന്റെ പേരെ അങ്ങ് ചാടും. നോക്കിയേ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ലൂക്കോസ് അവിടെ ഒരു കൈ വെച്ചോ. ലൂക്കോസ് 22-ലെ ഒരു വാക്യം വായിക്കാം. അവിടെ ഇത് ഒന്നുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ലൂക്കോസ് 22-ൽ 2, 3, 4 വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 22-ന്റെ 2, 3, 4 വാക്യം വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാവും. വായിച്ചു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ സൂക്ഷിക്കുന്നത് അതാണ് നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ തീരുമാനിക്കുന്നത്. തോസുട്ടി ബ്രദർ പറയുന്നത് പിന്നെയും കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ വിചാരിക്കുന്നത്, അതാണ് നിങ്ങളുടെ കൂട്ടുകെട്ടെ തീരുമാനിക്കുന്നത്. യു വിൽ ഗെറ്റ് അട്രാക്റ്റഡ് to people who are thinking exactly like you. നിങ്ങളുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ കള്ളത്തരം ഉള്ളവന്റെ കൂടെ തന്നെ നിങ്ങൾ കൂടും. നിങ്ങളുടെ ഉള്ളിൽ തെറ്റായ ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തന്നെ they will come and have fellowship with you. No, അവിടെ വചനം പറയുക, വായിച്ചേ, അവര് തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കിക്കോണേ, അവര് തപ്പിക്കൊണ്ടിരിക്കുക എങ്ങനെ യേശുവിനെ ഇത് ചെയ്യാവും. ഇപ്പൊ ആരുടെ ഹൃദയത്തിനകത്ത് പിശാച് ഇട്ടിരിക്കുക? യൂദാസിന്റെ ഹൃദയം. നമ്മളിപ്പം 13-ന്റെ 2 വായിച്ചു. യോഹന്നാൻ പിശാച് എന്നാ ചെയ്തു? ഇവന്റെ ഹൃദയം നല്ല ഫെർട്ടൈൽ സോയില ഇവന്റെ അകത്തോട്ട് ഇട്ടുകൊടുത്തു. നീ പോയിട്ട് നീ എന്നാ ചെയ്താൽ മതി? യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു ഐഡിയ. ഇപ്പൊ എന്നാ ചെയ്തു നോക്കിക്കേ, ലൈക്ക് ആൻഡ് ലൈക്ക് അട്രാക്ട്സ്. ഇതാണ് അട്രാക്ഷൻ. എവിടെയാ ഇതിന്റെ വിത്ത് പാകിയത്? ഹൃദയത്തിൽ. ഇപ്പൊ വെളിയിൽ അതിന്റെ ഫലം കാണാൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഓരോരുത്തരും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്നവര്, with whom you are comfortable, they are an exact copy of who you are. നിങ്ങളുടെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറി വരുന്നവരും അത് തന്നെ. Otherwise they won't come. It won't come. No. വായിച്ചേ. അവിടെ അവർ തപ്പിക്കൊണ്ടിരിക്കുക. വായിച്ചേ. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, സാത്താൻ എങ്ങനെ കടന്നു? യോഹന്നാൻ 13-ന്റെ 2 അതിന്റെ ഉത്തരവുണ്ട്. സാത്താൻ എങ്ങനെ കടന്നു? ചിന്തയിൽ കടന്നു. ഒരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് ഞാൻ പാപിയാകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ എന്റെ ഉള്ളിൽ ഉടനെ പ്രകാശിപ്പിക്കുന്ന വേറൊരു വെളിപ്പാട്. യേശുവിന്റെ അടുക്കൽ പിശാച് വന്നിട്ട് 3-ാമത്തെ ടെംപ്ടേഷൻ ഇതായിരുന്നു. എല്ലാ ലോകത്തിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും അതിന്റെ മഹത്വവും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം, നീ എന്നെ നമസ്കരിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, അതൊരു സജഷൻ അല്ലായിരുന്നു? ഇതൊരു സജഷൻ അല്ലേ? ഈ യൂദാസിന്റെ അകത്ത് വന്നതുപോലെ തന്നെ ഒരു സജഷൻ അല്ലേ? നീ യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് സാത്താൻ അകത്ത്, മനസ്സിനകത്ത് പറഞ്ഞു. ഇതാ ഞാൻ പറയുന്നത്, അവിടെയാണ് സാധനം വരുന്നത്. യേശുവിനോട് വന്നതോ അത് തന്നെ വന്നു. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിത് മുഴുവനും നിനക്ക് തന്നേക്കാം. അത് എന്നതാ? സജഷൻ അല്ലേ? പക്ഷെ യേശു അതിന്, അപ്പം ആ സജഷൻ പിശാച് എന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പാപിയാകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. അവൻ യേശുവിന്റെ അടുക്കൽ പോലും ആ ചിന്ത കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് നോക്കി. പക്ഷെ യേശു അതിനെ അതിജീവിച്ചത്
get thee behind me, Satan, for it is written, thou shalt worship the Lord thy God, and him only shall thou serve. ദൈവമായ കർത്താവിനെ മാത്രം നീ ആരാധിക്കണം, അവനെ മാത്രം സേവിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പറഞ്ഞപ്പം വചനം പറയാ, പിശാച് അവനെ വിട്ടുപോയി. യൂദാസിന്റെ കാര്യത്തിൽ എന്നാ സംഭവിച്ചു? യൂദാസ് ആ ചിന്തയെ അംഗീകരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചു കേട്ടണം. പിശാച് അടുക്കലേക്ക് വരുന്നതും ചിന്തയായിട്ടാണ്. പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കലേക്ക് വരുന്നതും ചിന്തകളിൽ കൂടെ. പക്ഷെ ഏത് ചിന്തയെ നീ ഏറ്റെടുക്കുന്നോ അത് നിന്റെ ഉള്ളിൽ തങ്ങും, നീ അതായിത്തീരും. യൂദാസ് അതിനെ റെസിസ്റ്റ് ചെയ്തില്ല, യേശു അതിനെ റെസിസ്റ്റ് ചെയ്തു. രാത്രി ഞാൻ ചിലരോട് ഇത് പ്രവചനമായിട്ടാ പറയുന്നത്. നിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നതുകൊണ്ട് നീ തെറ്റുകാരനാകത്തില്ല. വീണ്ടും ഞാൻ പറയാം, അത് പിശാചിന്റെ വലിയ നുണയാണ്. പക്ഷെ അത് വരുമ്പോൾ ഇല്ല, ഞാൻ അതല്ല എന്ന് വിളിച്ചു പറയുന്ന, വചനം പറയുന്ന ഒരു വ്യക്തിക്കെതിരെ പിശാചിന് നിൽക്കാൻ പറ്റും. യേശുവിനെ വിട്ട് പിശാചി പോയെന്നാ പറയുന്നത്. പക്ഷെ യൂദാസിന്റെ അകത്തേക്ക് വന്ന ചിന്തയെ യൂദാസ് റിജക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ചിന്ത തന്റെ ഉള്ളിൽ പിശാചിനെ കയറ്റാനായിട്ട് ഉപയോഗിച്ചു. പിശാച് കയറിയത് ചിന്തയിലാണ്, വസിക്കുന്നത് ചിന്തകളില്ല. ചിന്ത കയറ്റിവിട്ട പിശാച് അകത്ത് വസിക്കും. നോ, അവിടെ വചനം പറയാണ് കയറി. എന്നിട്ട് വായിച്ച ബ്രദറെ 3ഉം 4ഉം കൂടെ ഒന്ന് വായിച്ച്. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതിനു മുമ്പേ ഈ പുള്ളിക്കും അവർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ നോക്കിക്കേ, അവരുടെ ഉള്ളിൽ യേശുവിനെ എങ്ങനെയും പിടിക്കണം. ഇവന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാനുള്ള വിത്ത് അകത്ത് പിശാച് പാകി, അത് അവൻ അംഗീകരിച്ചു, പിശാച് അകത്ത് കയറി. ഇപ്പൊ നോക്കിക്കേ, ആരുടെയും സഹായം ഉണ്ടായിരുന്നോ ഇവര് രണ്ടുപേര് തമ്മിൽ ഒരുമിപ്പിക്കാനായിട്ട്? അതിന്റെ ആവശ്യം ഇല്ല. നിന്റെ വെളിയിൽ ഉണ്ടാകുന്ന എല്ലാ കണക്ഷൻസും നിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഹൂ യു ആർ ഓൺ ദ ഇൻസൈഡ്. നോക്കിയേ, രണ്ടുപേരും കണക്ട്. ഞാനിത് ഒന്നല്ല രണ്ടല്ല 100 കൂട്ടം ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ കണക്ട് ആവും. അപ്പോൾ തന്നെ നല്ലതുള്ളവന്റെ ഹൃദയത്തിൽ നല്ലതുമായിട്ടും കണക്ട്. ദാവീദിനെ കുറിച്ച് അപ്പൻ പറഞ്ഞു, മനുഷ്യൻ വെളിയിലുള്ളത് കാണുന്നു, ഞാനോ ഹൃദയങ്ങളെ കാണുന്നു. ചോറ്റുപാത്രം കൊടുക്കാനായിട്ട് അപ്പം വിറ്റതാ, പക്ഷെ പോയി കണ്ടുമുട്ടിയത് ഗോലിയാത്തുമായിട്ടാ. ആ ഒരൊറ്റ കണ്ടുമുട്ടലിൽ അവിടെ ഒരു സംസാരം ഉണ്ടായി. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. തന്റെ ജീവിതത്തിന്റെ ട്രജക്ടറി മാറി. ഒരു കൂട്ടിമുട്ടൽ. യൂദാസിന്റെ ഒരു കൂട്ടിമുട്ടൽ നാശത്തിലേക്ക്, ദാവീദിന്റെ ഒരു കൂട്ടിമുട്ടൽ സിംഹാസനത്തിലേക്ക്. You are just one connection away, either to a throne or to a pit. നിങ്ങൾ ഒരു കണക്ഷൻ അവയാണ്. ചിലപ്പോൾ അത് സിംഹാസനത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ അത് കുഴിയിലേക്കായിരിക്കും. യു ക്യാൻ ബി ത്രോൺ. ഒരു കണക്ഷൻ. പക്ഷെ ആ കണക്ഷനെ തീരുമാനിക്കുന്നത് ആരാന്നറിയാവോ? എന്റെ ഉള്ളിൽ ഞാൻ എന്തിനെ അനുവദിക്കുന്നോ അതാ ആ കണക്ഷനെ തീരുമാനിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കൂടുതൽ നിങ്ങൾ ഇതിനെ എടുക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. ടേക്ക് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്. ഇറ്റ്സ് അപ് ടു യു. അവിടെ വചനം പറയാണ്, യോഹന്നാൻ 13:21 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ വായിക്കുമ്പോൾ 27 അവിടെ നമുക്ക് കാണാം, യൂദാസ് പച്ചയ്ക്ക് നുണ പറയുക. യേശു പറഞ്ഞു, ഞാൻ
നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് അപ്പം കൊടുത്ത സമയത്ത് പറഞ്ഞു, ഞാനാണോ എന്ന് ധൈര്യമായിട്ട് അവൻ ചോദിക്കുക. എന്നിട്ട് യേശു പറഞ്ഞു, നീ ആണെന്ന് വരെ പറഞ്ഞു. നുണ പറയാൻ. പക്ഷെ നുണ പറയാനുള്ള അവന്റെ പ്രവണത എവിടെ തുടങ്ങിയതാ? മറിയ സുഗന്ധ തൈലം ഒഴിച്ചപ്പോഴേ അകത്തൊന്നും പുറത്തൊന്നും പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഒരുത്തന്റെ വീഴ്ച ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ വീഴ്ച ഒരു ദിവസം കൊണ്ട് വരത്തില്ല. ശ്രദ്ധിച്ചാൽ മതി. 27 പറയാ, വായിച്ച 27 വായിച്ചത് പറയാം. അണ്ണം വാങ്ങിയ ഉടനെ ആ സാത്താൻ അവനിൽ കടന്നു. ഇപ്പം അപ്പം കഴിച്ചതാ, പക്ഷെ അകമെല്ലാം അഴുക്കായതുകൊണ്ട് പുറത്ത് എന്ത് വിശുദ്ധിയുള്ള സാധനം കഴിച്ചാലും അകം അഴുക്കാണെങ്കിൽ അഴുക്കേ കയറത്തുള്ളൂ. സാത്താൻ അവന്റെ ഉള്ളിൽ കിടന്നിട്ട് യേശു പറയുക, വായിച്ച്, സാത്താൻ ഉള്ളിൽ കിടന്നതിന് ശേഷം യേശു പറയുക, യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, യേശുവിന് വേണം അവനെ രക്ഷിക്കരുതായിരുന്നു? യേശുവിനെ രക്ഷിക്കായിരുന്നു ഈ സാത്താൻ കടക്കുന്നതിന് മുമ്പേ ആയിരുന്നു. പക്ഷെ അവൻ ആഹ്വാനം ചെയ്ത് വിളിച്ച് കയറ്റിയതാ സാത്താൻ. അകത്ത് കയറിയതിന് ശേഷം യേശുവിന് പോലും അവനെ രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ആരാന്നറിയാവോ? യേശു തന്നെ നേരിട്ട് തെരഞ്ഞെടുത്ത തന്റെ ശിഷ്യൻ ഹൃദയത്തെ കാക്കാതെ വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ നാശം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടത്, എൻ്റെ ഹൃദയത്തെ ദൈവ സ്നേഹത്തിൽ ഞാൻ കാക്കണം, ദൈവ സന്തോഷത്തിൽ ഞാൻ കാക്കണം, സമാധാനത്തിൽ ഞാൻ കാക്കണം. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഇല്ലാത്തപ്പോഴും സന്തോഷം ഇല്ലാത്തപ്പോഴും സമാധാനം ഇല്ലാത്തപ്പോഴും ഉള്ള വെല്ലായ്മയുണ്ടല്ലോ, ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് പോയ്സൺ ഇൻസൈഡ് അവർ ഹാർട്ട്സ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ വെല്ലായ്മകൾ, നമ്മുടെ ആകുല ചിന്തകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഡിപ്രഷന്, നമ്മുടെ നന്ദിയില്ലായ്മ, ഇതെല്ലാം നമ്മുടെ അകത്തുള്ള പോയ്സന്റെ റിഫ്ലക്ഷൻ. അവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഓടുന്ന നിർത്തണം. എന്നിട്ട് അവിടെ ഞാൻ പ്രാർത്ഥനയിലാകണം. ഞാൻ അപ്പനോട് പറയണം, അപ്പാ എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. എന്നെ അപ്പ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണം, അങ്ങയുടെ സന്തോഷം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സന്തോഷിപ്പീൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. അദ്ദേഹം അത് എഴുതിയത് എവിടുന്നാന്നറിയാവോ? ജയിലിന്റെ അകത്തിന്ന് എഴുതിയതാ. സന്തോഷിപ്പീൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. അപ്പൊ ദൈവിക സന്തോഷം സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല. ദൈവിക സമാധാനം സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല. ദൈവിക സ്നേഹം വ്യക്തികളുടെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. പക്ഷെ ആ സ്നേഹവും ആ സന്തോഷവും ആ സമാധാനവും നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വെളിയിലുള്ള സാഹചര്യങ്ങളെ അത് വാഴും. So the only question that you need to ask yourself is, am I in love? ഞാൻ സ്നേഹത്തിലാണോ വസിക്കുന്നത്? ഞാൻ സന്തോഷത്തിലാണോ? am I enjoying my life? ഞാന് നന്ദി ഉണ്ടല്ലേ സന്തോഷം കാണും. സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്ദി ഇല്ലായ്മ എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകൾ ചിന്തിച്ചാൽ സന്തോഷിക്കാതെ ഇരിക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ നടക്കാത്തത് ചിന്തിച്ചാലോ, കിട്ടാത്തത് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, മറ്റവന്റെ ജീവിതത്തിൽ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് അസൂയപ്പെട്ടുകൊണ്ടിരുന്നാലോ സന്തോഷം നമ്മുടെ 7 അയലോക്കത്ത് വരത്തില്ല. പക്ഷെ നടക്കുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ കൂടെ ഒരു ഭൂതം കയറി അകത്ത് വസിക്കും. Every character, I repeat, every character in your life which is not biblical, there is a demon behind it. There is a demon behind it. And if you want to get delivered, the only way is, now, deliverance പരിശുദ്ധാത്മാവ് നടത്തും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് വിടുതലുണ്ടാവും. പക്ഷെ വീണ്ടും 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 ഒരേ രോഗത്തിൽ ഉഴലുന്നത്, വീണ്ടും 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 ഒരേ ശാപം, വീണ്ടും 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 ഒരേ സാമ്പത്തിക പ്രശ്നം, വീണ്ടും 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 ഒരേ പ്രതികൂലം. Why? Because you are keeping it empty. You are not filling it. You are not filling the place with the love of God, with the joy of God, and with the peace of God. ഞാൻ വീണ്ടും പറയാം, ദൈവ മക്കളുടെ പ്രോഗ്രാം കോഡ് സ്നേഹം, സന്തോഷം, സമാധാനം. എന്റെ കൂടെ ഒന്ന് വീട്ടിലിരുന്ന് പറഞ്ഞേ, സ്നേഹം, സന്തോഷം, സമാധാനം. ഒന്ന് സ്വന്തം ചങ്ങ കൈവച്ച് പറഞ്ഞ, ഞാൻ എന്റെ ഉള്ളിലെ പ്രോഗ്രാം കോഡ് സ്നേഹമാണ്, എന്റെ ഉള്ളിലെ പ്രോഗ്രാം കോഡ് സന്തോഷമാണ്, എന്റെ ഉള്ളിലെ പ്രോഗ്രാം കോഡ് സമാധാനമാണ്. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഒറ്റ കാര്യം ഒരു ദിവസം കൊണ്ട് ഇതിനെ മുഴുവനായിട്ട് മാറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമുക്കൊരു തെറ്റായ ഒരു ചിന്ത പിശാച് ഇട്ടു തരുന്നതുകൊണ്ട് നമ്മൾ മോശമായെന്ന് ചിന്തിക്കരുത്. ഹി വിൽ ട്രൈ ടു ടെംപ്റ്റ് യു ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെന്റർ. പക്ഷെ അവിടെ നമ്മൾ തിരിച്ച് എന്ത് പ്രതിയുത്തരം നൽകുന്നു, നമ്മൾ എന്ത് വചനം അവിടെ പറയുന്നു, വചനം കൊണ്ട് മാത്രമേ പിശാചിന്റെ ചിന്തയെ എതിർക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് യേശു മാതൃകയായി നമുക്ക് കാണിച്ചു തന്നത്. വചനത്തെ ഉപയോഗിക്കേണ്ടത് വരുന്ന ചിന്തകൾക്കെതിരെയാണ്. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന തെറ്റായ ചിന്തകൾക്കെതിരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ എഴുതപ്പെട്ട വചനത്തെ ഒന്ന് ഉപയോഗിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ജയമുണ്ടാകും. അത് ഒരു ദിവസത്തേക്കിനല്ല, അത് ഞായറാഴ്ചത്തേക്കിന് മാത്രമല്ല. ഞായറും തിങ്കളും ചൊവ്വായും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും എല്ലാ ദിവസവും ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഉള്ളിൽ സന്തോഷം വ്യാപരിക്കുമ്പോൾ there will be great joy on the outside. There will be great, ഉള്ളിൽ നിങ്ങളുടെ ഉള്ളു ബിൽഡ് ആകാൻ തുടങ്ങുമ്പോൾ വെളി ബിൽഡ് ആവും. ഞാൻ വീണ്ടും 2-3 നുണകൾ ഞാൻ പിശാചിന്റെ പല പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയാം. ഒരു ചിന്ത നമുക്ക് വന്നത് കൊണ്ട് നമ്മൾ മോശമാകത്തില്ല. ആ ചിന്തയെ നമ്മൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ. 2, വെളി നടക്കുന്ന ആ പ്രശ്നം കൊണ്ടായിരിക്കും ഇപ്പൊ സന്തോഷമില്ലാത്ത. പക്കാ നുണ. ദൈവിക സന്തോഷം വെളി നടക്കുന്ന വെച്ചോണ്ടല്ല. ദൈവിക സന്തോഷം നടന്നാലും നടന്നില്ലേലും ദൈവിക സന്തോഷം പ്രവർത്തിക്കും. നടന്നാലും നടന്നില്ലേലും ദൈവിക സമാധാനം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിന് സാഹചര്യവുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കണക്റ്റഡ് അല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിന് സാഹചര്യത്തെ വാഴാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ സമാധാനം സാഹചര്യവുമായി കണക്റ്റഡ് അല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സമാധാനം സാഹചര്യത്തെ വാഴും. നമ്മുടെ ഉള്ളിൽ അത് വാഴാൻ നമ്മൾ അത് അനുവദിക്കണം. ഹൃദയം കലങ്ങാൻ അനുവദിക്കരുത്. രാത്രി എനിക്കറിയാം, പരിശുദ്ധാത്മാവ് പലരെയും മാടി വിളിക്കുക. പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ കണ്ണുകളും അടയ്ക്കും. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രി വിതയ്ക്കപ്പെട്ട ദൈവവചനം അത് നല്ല നിലത്ത് വീണ വിത്തായി. അത് 30-മല്ല 60-മല്ല. ആഗ്രഹം അത് 100 മേനി ബലം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥന. സകല നന്മകളാലും നിറയ്ക്കണം, സകല കൃപകളാലും നിറയ്ക്കണം. എന്റെ മക്കളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അറിയുന്നു. അതിന്റെ പേരിൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥന. ഒരു വെളിയിൽ കാണുന്ന എല്ലാ കെട്ടുകളും അവരുടെ അകത്തായിരിക്കുന്ന എന്നുള്ളത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനവും മഹത്വവും അങ്ങേ കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ.